ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 2-ാം വാക്യം. അവർ ഒരുക്കിയ സുഗന്ധവർഗമെടുത്ത് ആഴ്ചവട്ടത്തിന്റെ 1-ാം ദിവസം അതികാലത്ത് കല്ലറയ്ക്കിലെത്തി കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി കളഞ്ഞതായി കണ്ടു. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ക്രൂശിന് ചൂട്ടിൽ അവസാനം വരെ നിന്നിരുന്ന സ്ത്രീകളാണ് കല്ലറയ്ക്കൽ ആദ്യം എത്തിയത്. ഒരുപക്ഷെ അവർ പോകുമ്പോൾ തങ്ങൾക്ക് വേണ്ടി ആരാ കല്ലുരുട്ടി മാറ്റും എന്ന ഭാരത്തോടെ ആയിരിക്കാം അവർ പോയത്. തങ്ങൾ സ്ത്രീകളാണ്, തങ്ങളുടെ കൂടെ പുരുഷന്മാരും ഇല്ലല്ലോ എന്നൊക്കെ ഓർത്ത് ഭാരത്തോടെ ആയിരിക്കാം അവർ അവിടെ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നു എന്ന് മാത്രമല്ല, കല്ലറ ഒഴിഞ്ഞു കിടക്കുകയുമാണ്. നമ്മുടെ ജീവിതത്തിലും പല ഭാരങ്ങളും പ്രതിസന്ധികളും നേരിടുമ്പോൾ ആരെന്നെ ഇതിൽ നിന്ന് വിടുവിക്കും, അല്ലെങ്കിൽ ആരെന്നെ സഹായിക്കും, ഞാൻ എങ്ങനെ ഈ പ്രശ്നത്തെ നേരിടും എന്നൊക്കെ ഓർത്ത് ഭാരപ്പെടുന്നവരായിരിക്കാം നമ്മൾ. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങളിൽ നിന്നും നമ്മെ ഉയർത്തെഴുന്നേൽപ്പിക്കുവാൻ കർത്താവ് കഴിവുള്ളവനാണെന്ന് വിശ്വസിക്കുന്നവർക്കാണ് ഈസ്റ്റർ അനുഭവമായി തീരുന്നത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും എന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ വിഷയങ്ങളെ നൽകുമ്പോൾ നാം ഭാരപ്പെടുന്ന ആ പ്രയാസങ്ങളെ നേരിടേണ്ടി വരികയില്ല എന്ന് മാത്രമല്ല, മുന്നമേ തന്നെ ദൈവം ആ തടസ്സങ്ങളെ മാറ്റി നമ്മെ വഴി നടത്തും. ആ കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം.